രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 2 തീമോത്തിയോസ് 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Epistle of 2 Timothy chapter 3 verses 2 to 5. മനുഷ്യർ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ സന്നിധിയിൽ വീണ്ടും അടിയങ്ങളെ തന്നെ താഴ്ത്തി സഭയായി അങ്ങയുടെ ശബ്ദത്തിന് ചെവിയോർക്കുവാനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളോട് ഇടപെട്ടതുപോലെ അങ്ങയുടെ പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്നത്തെ രാത്രിയിലും തിരുവചനത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവസഭയുടെ മധ്യത്തിൽ അങ്ങ് ശക്തിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ. ഈ കേൾപ്പിച്ച വചനത്തിലേക്ക് നോക്കുമ്പോൾ നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിക്ക്. This is talking about the nature, the signs and symptoms of a generation which is coming closer to the destruction. നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ അവരുടെ രീതി അല്ലെങ്കിൽ സ്വഭാവം, അവരിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ, അതാ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് കേൾക്കുവാൻ പോകണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇടയാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, you and I need to check ourselves. When we are listening to the scriptures, we have to check ourselves. Are we in the Lord? ആ സമൂഹത്തിൽ, ആ കൂട്ടത്തിൽ ഞാനുണ്ടോ? ഞാൻ നാശത്തിലേക്കാണോ അടുത്തുകൊണ്ടിരിക്കുന്നത്, അതോ ജീവനിലേക്കാണോ അടുത്തുകൊണ്ടിരിക്കുന്നത്, രക്ഷയിലേക്കാണോ അടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെയും രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. അതല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ ഓട്ടം തികച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങിപ്പോയേക്കാം. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നാം സ്വയം ഒന്ന് ശോധന ചെയ്യുകയാണ്. ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക്? നമ്മളെ ശരിയായ ദിശയിലാണോ? 3 പ്രത്യേക കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് രാത്രികാലം സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ദുർഘട സമയങ്ങൾ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. തീമോത്തിയോട് പൗലോസ് പറയുകയാണ്, അന്ത്യകാലം കടന്നു വരുമ്പോൾ അതിന്റെ ശ്രേഷ്ഠമേറിയ ഒരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ മുഖമുദ്രയായിരിക്കുന്ന ഒരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ, ദുർഘട സമയങ്ങളായിരിക്കും കടന്നു വരുന്നത്. അന്ത്യകാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതം ഈസിയാകുകയല്ല, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ സുതാര്യമായി തീരുകയല്ല, പിന്നെയോ അത് കുറച്ചുകൂടെ കഠിനമായി കൊണ്ടിരിക്കും. ഈ ദുർഘട സമയം എപ്പോഴാണ് തുടങ്ങിയതെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ തന്നെ അത് തുടങ്ങി. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസഭയ്ക്ക് എഴുതുകയാണ്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അപ്പൊ അന്ത്യനാഴിക എന്നുള്ളത് അന്നേ തുടങ്ങിയിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2000 വർഷത്തിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് അവസാനത്തെ മിനിറ്റുകളിൽ എത്തിയിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിച്ചേക്കാം. ഹല്ലേലൂയ.
അപ്പോൾ ഈ ദുർഘട സമയങ്ങളെ കുറിച്ച് ഇംഗ്ലീഷിൽ അതിന് പെരിലസ് ടൈം എന്നാണ് പറയുന്നത്. ഈ പെരിലസ് ടൈമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, പിക്ചർ ആ പെരിലസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള സമയം ദുർഘട സമയമാണെന്നുള്ളതിന്റെ തെളിവുകൾ എന്താണ്? വിശ്വാസികളുടെ ജീവിതത്തിലായാലും അവിശ്വാസികളുടെ ജീവിതത്തിലായാലും ലോകത്തിലാകമാനം നോക്കുകയാണെങ്കിലും ദൈവസഭയ്ക്കകത്തേക്ക് നോക്കുകയാണെങ്കിലും അതിന്റെ തെളിവ് എന്താണ്? നമ്മുടെ ദുർഘട സമയത്തിലാണ് നിൽക്കുന്നതെന്ന്. രണ്ടാമത് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ദുർഘട സമയങ്ങൾ ദൈവം അനുവദിക്കുന്നത്? മൂന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ദുർഘട സമയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ഈ സമയത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരുമ്പോൾ, നാം ഈ ദുർഘട സമയത്തെ നേരിടേണ്ടത് എങ്ങനെയാണ്? അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ടു ഫേസ് ദ പെരിലസ് ടൈംസ്. അതോ നമ്മൾ ഈ നാശത്തിൽ പോകുന്നവരുടെ കൂടെ നമ്മളുമായി തീർന്ന് നാശത്തിൽ ചെന്ന് അവസാനിക്കുമോ? അതോ ഇതിനെതിരെ നിന്നുകൊണ്ട് ഈ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുമോ എന്നുള്ളതാണ് മൂന്നാമത് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആദ്യം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ അന്ത്യകാലത്തിന്റെ അല്ലെങ്കിൽ ഈ ദുർഘട സമയങ്ങളുടെ തെളിവെന്താണ്? ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പുതുതായി എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഈ ദുർഘട സമയം, ഈ പെരിലസ് സമയം ആരംഭിച്ചത് 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. ഞാൻ ഈ പറയുവാൻ വരുന്ന കാര്യങ്ങളൊക്കെയും 1-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടിയായി ഇന്നത് മാറിയിരിക്കുന്നു, മുമ്പേ പറഞ്ഞതുപോലെ. കാരണം അതങ്ങ് പഴുത്ത് അതങ്ങ് പാകമായി തീർന്നിരിക്കുന്നു. ഇറ്റ് ഈസ് റൈപ്പൻഡ്. അതങ്ങ് പാകതയിലേക്ക് എന്ന് വന്നിരിക്കുന്നു. നിത്യന്യായവിധി വരത്തക്കവണ്ണം ദൈവത്തിന്റെ ക്ഷമയുടെ അറ്റത്ത് അതായി തീർന്നിരിക്കുന്നു. അത് വളർന്ന് 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 അത് പാകമായി തീർന്നിരിക്കുന്നു. എക്സ്പ്ലോഷനിലേക്ക് അത് അടുത്തു വന്നിരിക്കുകയാണ്. ഒന്ന്, there is a moral decline, a moral confusion happens. അതായത് അധാർമികത വളർന്നു വന്നിരിക്കുന്നു. ധാർമ്മികമായ ഒരു ച്യുതി സംഭവിച്ചിരിക്കുന്നു. ധാർമ്മികമായിരിക്കുന്ന ഒരു അധപ്പതനം ഇന്ന് സംഭവിച്ചിരിക്കുക. നമുക്കറിയാം, ചില കാലഘട്ടങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ചെറുപ്രായത്തിലേക്ക് നോക്കിക്കേ, സമൂഹത്തിലൊക്കെയും ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു. ഒരു ദൈവവേദന അല്ലായിരുന്നെങ്കിൽ തന്നെയും സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡീസൻസി, ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയേ, ധാർമ്മികത നഷ്ടപ്പെട്ടു പോയിരിക്കുക. ആ മോറൽ ഡിസിപ്ലിൻസ് ഒക്കെ പോയിരിക്കുക. മോറൽ വാല്യൂസ് ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സമൂഹത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം, കുടുംബങ്ങളെ സൂക്ഷിക്കുവാൻ, വ്യക്തികളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവരുടെ ചുറ്റുപാടും കെട്ടിയിരിക്കുന്ന ഒരു വേലിയാണ് മോറൽ വാല്യൂസ്. നന്നാ ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കും പല കാര്യങ്ങൾ. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന്, അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്, ആരുടെയും കയ്യിൽ നിന്നും പിടിച്ചു പറിക്കരുതെന്ന്, കള്ളം പറയരുതെന്ന്, ഇതൊക്കെ നമ്മളെ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. കാരണം we have been brought in some moral values. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, മറ്റുള്ളവരെ നമ്മൾ ഭയപ്പെടും. ഹല്ലേലൂയ. നമ്മളെ തന്നെ സൂക്ഷിക്കും. അഥവാ നമ്മുടെ മുമ്പിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവരെ ശാസിക്കും. കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ നമ്മൾ ചെറിയ ശിക്ഷകൾ കൊടുക്കും. കാരണം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നാശം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ നാശം, നമ്മുടെ സമൂഹത്തിന്റെ നാശമായി അത് തീരുമെന്നാണ്. പക്ഷേ കാലങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇന്ന് അതിന് ഒരു ച്യുതി സംഭവിച്ചിരിക്കുന്നു, ഒരു ഡിക്ലൈൻ സംഭവിച്ചിരിക്കുക. ഇന്ന് ആ വേലികളൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനുള്ള തെളിവ് എന്തെന്നറിയാമോ? ഈ മോറൽ വാല്യൂസിനെ നമ്മൾ വേണ്ടവണ്ണം പരിഗണന കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ആരും വേദനിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ സത്യം തുറന്നു പറയത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, തന്റെ മുമ്പിൽ ഒരു രോഗി വന്നിരിക്കുന്നു. ആ ഡോക്ടർക്ക് മനസ്സിലായി അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ മനുഷ്യൻ മരിക്കാൻ തുടങ്ങുകയാണെന്ന്. പക്ഷേ ഈ മനുഷ്യന്റെ ഹൃദയം എന്തിനാ വേദനിപ്പിക്കുന്നതെന്ന് കരുതി നിങ്ങൾ മരിക്കുവാൻ പോവുകയാണെന്നുള്ള സത്യം ഡോക്ടർ ആ രോഗിയോട് പറയുന്നില്ല. ഒരു പക്ഷേ അതിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടർ കാണും, ഡോക്ടർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നവരുണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ, വെറുതെ എന്തിനാ മനുഷ്യനെ വേദനിപ്പിച്ച് പറഞ്ഞു വിടുന്നത്, ആ മനുഷ്യനൊന്ന് മരിച്ചോട്ടെ. എന്നാൽ അതിനെ തെറ്റായി കണ്ടുകൊണ്ട് ഒരു വിഭാഗം പറയും, ഡോക്ടർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ഹിസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്. ആ പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണത്. ആ മനുഷ്യൻ മരിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് സത്യം തുറന്നു പറയണം, നിനക്ക് അധികം ദിവസങ്ങളില്ല,
ഒരുപക്ഷെ ആ വ്യക്തിക്ക് ചിലരെ കാണാനുണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ പരിഗണിക്കുവാനുണ്ടായിരിക്കാം. അതിനൊക്കെ അയാൾക്ക് സമയം ലഭിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, രണ്ട് തരത്തിലുള്ള ആളുകൾ നമുക്കറിയാം. ഇന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കേ, നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ പലവിധമായിട്ടുള്ള അവരുടെ ബാലിഷ്യങ്ങളായിട്ടുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ പലപ്പോഴും വശംവദരായിത്തീരും. എന്തെന്നറിയാമോ? കുഞ്ഞിന്റെ കണ്ണിൽ കണ്ണുനീര് വരരുത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ, ഒരു ഭവനത്തില് ഒരപ്പൻ മോനെ ശാസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോളെ ശാസിക്കുകയാണെങ്കിൽ മോളിരുന്ന് കരയുന്നത് കാണുമ്പോൾ അമ്മ വന്ന് പറയും, മമ്മി വന്ന് പറയും, സാരമില്ല മോളെ, അത് പോട്ടെ, പപ്പ അങ്ങനൊക്കെ പറഞ്ഞതല്ലായുള്ളൂ. എന്നിട്ട് മോളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി, മോന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അപ്പനെ ശാസിക്കുന്നതായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ മോൾക്ക് സന്തോഷമാകും. ശരിയല്ലേ? ചിലരുണ്ട്, അപ്പന് 2 അടി വെച്ചു കൊടുക്കും, അല്ലെ അമ്മയ്ക്ക് 2 അടി വെച്ചു കൊടുക്കും. നീ എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത്? മനസ്സിലായോ? നന്നാ ചെറുപ്പത്തിൽ തന്നെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ശരി ഏത് തെറ്റ് ഏതെന്ന് സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയേ, പണ്ട് നമുക്കതിന് അവകാശമില്ലായിരുന്നു. പണ്ട് ശരിയും തെറ്റുമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പഠിച്ചു വളർന്ന ധാർമ്മികമായ തത്വങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ ശരിയെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒത്തിരി ശരികൾ ഇന്നുണ്ട്, ഒത്തിരി തെറ്റുകളുണ്ട്. എന്റെ ശരികൾ പലതും നിങ്ങൾക്ക് തെറ്റായി മാറുന്നു, നിങ്ങളുടെ ശരികൾ പലതും എനിക്ക് തെറ്റായി മാറുന്നു. ഒരു കോമണായി സർവ്വസാധാരണമായി ഒരു ശരിയോ തെറ്റോ ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഇന്ന് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇന്ന് അത് അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ അതിന് സ്ഥാനമില്ലാതായിരിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ പറ്റുന്നത്? പ്രായമുള്ളവരെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ടോ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ? പണ്ട് പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നല്ലേ? ഇന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ ആർക്കാ പേടി? പണ്ട് അധ്യാപകർ എന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് പേടിയായിരുന്നു. അവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. ഇന്ന് എത്ര കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ട്? നമ്മൾ കാണുന്നില്ല വീഡിയോസ് ഒക്കെ ടീച്ചേഴ്സിനെ ഉപദ്രവിക്കുന്ന സ്റ്റുഡൻസിൻ്റെത്, ടീച്ചേഴ്സിന്റെ ഒക്കെ നെഞ്ചത്ത്. ഈ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ കാണുവാനിടയായി. ആരോ എനിക്കൊന്ന് അയച്ചു തന്നാ, ഷെയർ ചെയ്തതാ. 12th പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്രായമായ ഒരു അധ്യാപകന്റെ ചെസ്റ്റിനിട്ട് ഇടിക്കുന്നു, ഒറ്റ ഇടി. ഇതാണ് എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. സമൂഹം അധപ്പതിച്ചു പോയിരിക്കുന്നു. മോറൽ ഡിക്ലൈൻ. സമൂഹം തകർന്നുകൊണ്ടിരിക്കുക. നമുക്ക് സ്നേഹിക്കുവാൻ അറിയത്തില്ല, നമുക്ക് കരുതുവാൻ അറിയത്തില്ല, നമുക്ക് ക്ഷമിക്കുവാൻ അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ അതെല്ലാം സെൽഫ് സെന്റേഡ് ആയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ല, മറ്റുള്ളവരോടൊരു കരുതലില്ല, മറ്റുള്ളവരോടൊരു സ്നേഹമില്ല. എന്നെ പോലെ തന്നെ ആ വ്യക്തിക്കും വേദനിക്കുമെന്ന് ചിന്തിപ്പാൻ കൂടെ ഇന്ന് ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് മോന് തോന്നുന്ന രീതിയിൽ അപ്പനോട് സംസാരിക്കുന്നത്, അപ്പന് തോന്നുന്ന രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നത്. കാരണം ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സെൽഫ് സെന്റേർഡ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തേക്ക്, വ്യക്തി കേന്ദ്രീകൃതമായി ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വചനം പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ കേട്ടതുപോലെ, മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യം ഇതല്ലാത്തവരും ഇണങ്ങാത്തവരുമായി മാറും. രണ്ടാമത് നോക്കുമ്പോൾ വയലൻസ് ആൻഡ് കറപ്ഷൻ, ആക്രമണവും അഴിമതിയും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതില്ലായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഒരല്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്നത് പോലെ ഇല്ല. എന്താ ഈ ആക്രമണം എന്ന് പറഞ്ഞാല്? അക്രമ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എനിക്കെതിരെ ഒരു വ്യക്തി എഴുന്നേൽക്കുമ്പോൾ, എനിക്കെതിരെ എന്റെ നിലനിൽപ്പിന് മറ്റൊരു വ്യക്തി തടസ്സമാണെന്ന് തോന്നുമ്പോൾ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആഗ്രഹം, ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക. അത് ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, അത് ഭവനത്തിലായിക്കൊള്ളട്ടെ, താമസിക്കുന്ന ഇടത്തായിക്കൊള്ളട്ടെ. എന്റെ ഇഷ്ടത്തിനെതിരായ ഒരു വ്യക്തി വരുന്നു എന്ന് കരുതുമ്പോൾ, എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് കരുതുമ്പോൾ, എന്നെ തിരുത്തുവാൻ ശ്രമിക്കുമെന്ന് കരുതുമ്പോൾ, അറിയാതെ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവുക, ഈ ആൾ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലായിക്കൊള്ളട്ടെ, കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എന്നുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, സ്കൂളുകളിലായിക്കൊള്ളട്ടെ, കോളേജിലായിക്കൊള്ളട്ടെ, രാഷ്ട്രത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, ഏത് ഏരിയകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അക്രമ സ്വഭാവം കടന്നു വന്നിരിക്കുക. പണ്ടത്തേതിനേക്കാൾ അധികം വർദ്ധിച്ചു വന്നിരിക്കുക. ഇന്ന് ഭയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പാൻ, ആരുടെയെങ്കിലും കൂടെ ഒറ്റയ്ക്ക് നടക്കുവാൻ ഇന്ന് മനുഷ്യർക്ക് ഭയമാണ്. ശരിയല്ലേ? സ്വന്തം കൂട്ടുകാരെ പോലും വിശ്വസിക്കുവാനൊക്കത്തില്ല.
പണ്ട് കൂട്ടുകാരുടെയൊക്കെ കൂടെ രാത്രിയിൽ പാതിരാത്രിയിൽ എവിടെങ്കിലും ഒക്കെ പോകാമായിരുന്നു. പക്ഷേ ഇന്ന് പോകാൻ ഭയമാണ്. കാരണം എന്നാണെന്നറിയാമോ? കൂടെ നടക്കുന്ന ആളിന്റെ ഉള്ളിൽ നമ്മളെ കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഭയം, അക്രമ സ്വഭാവം, വയലൻസ് ആൻഡ് കറപ്ഷൻ. അത് രാഷ്ട്രത്തിലേക്ക് നോക്കിയ പൊളിറ്റിക്സിലായിക്കൊള്ളട്ടെ, ഇക്കോണമിയിലായിക്കൊള്ളട്ടെ, അല്ലാതെ സെക്യുലർ ലൈഫിലായിക്കൊള്ളട്ടെ, സ്പിരിച്വലായിട്ട് റിലീജിയസ് ലൈഫിലേക്ക് ആയിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, സാമൂഹ്യമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ഇവിടെ ഒക്കെ നോക്കിക്കേ ഇതായി കടന്നു വന്നിരിക്കുന്ന മത്സരം. ഞാൻ ജയിക്കണം, ഞാൻ ഉയരണം, എനിക്ക് മീനെ ഒരാൾ വരുവാൻ പാടില്ല. എവിടെയായിരുന്നാലും ഞാൻ നമ്പർ 1 ആയി തീരണം. അതിന് എന്റെ തൊട്ട് എതിരാളിയായി നിൽക്കുന്ന ആളിനെ ഇല്ലാതാക്കണം. അക്രമ സ്വഭാവമാണ് ഈ തലമുറയുടെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. നമ്മൾ ആ ദുർഘട സമയത്തിലാണെന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ഹല്ലേലൂയ. ആരെയും വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല, ആരും ആർക്കും കീഴ്പ്പെടുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്പിരിറ്റ് നമ്മളിലേക്ക് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. am I settled here? Am I protected here? Is there anybody who is rising up against me? എനിക്കെതിരെ ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. Corruption, it is the abuse of power for personal gains. കറപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ അധികാരത്തെ മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക, ദുരുപയോഗം ചെയ്യുക. നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ, നമുക്കുള്ള അധികാരത്തെ, നമുക്കുള്ള അവകാശത്തെ നാം ദുർവിനിയോഗം ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി. അത് ആത്മീക അധികാരമായിക്കൊള്ളട്ടെ, ഭൗതിക അധികാരമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ അധികാരമായിക്കൊള്ളട്ടെ, സാമ്പത്തിക അധികാരമായിക്കൊള്ളട്ടെ. When you are given an authority, you are using that authority for your personal gain. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അധികാര ലാഭത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ എന്നുള്ള ചിന്തയിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യർ സ്വാർത്ഥരായി തീരുകയാണ്. മറന്നു പോകരുത്. കുഞ്ഞുങ്ങളുടെ ഒരു ഇൻഫർമേഷൻ കൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത്. കറപ്ഷൻ പല ഏരിയകളിലുണ്ട്. ഒന്ന് ബ്രൈബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് മണി ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ തക്കോണം പണം കൊടുത്ത് വശീകരിക്കുക. ഇന്ന് നോക്കിയേ, ജുഡീഷ്യറിലേക്ക് നോക്കിക്കേ, നീതിന്യായ വകുപ്പുകളിലേക്ക് നോക്കിയാൽ, പണ്ട് ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എക്സസൈസ് ജസ്റ്റിസ്. അവര് നീതിക്ക് വേണ്ടി നിന്നിരുന്നവരായിരുന്നു. അവരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും അവര് നീതി വിട്ടൊരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അനേക ന്യായവിധികൾ, നീതിവിധികളൊക്കെ സ്വാധീനിക്കപ്പെടുന്നത് അവർക്ക് ഓഫർ ചെയ്യുന്ന പണമാണ്, അല്ലെങ്കിൽ സ്ഥാനമാ, മാനമാ. ബ്രൈബറി കൊടുത്താൽ എന്തും, കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ എന്തും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. എംബസിൽമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിംഗ് പബ്ലിക് ഫണ്ട്സ്. നമ്മുടേതല്ലാത്ത ഗവൺമെന്റിന്റെ പണം എങ്ങനെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം നോക്കുകയല്ലേ. അത് ഏത് രീതിയിൽ നോക്കിയാൽ അധികാരത്തിലിരിക്കുന്നതൊക്കെ എഴുതിയെടുക്കത്തക്കവണ്ണം പൈസ നോക്കുക. മറ്റേതെങ്കിലും കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചെയ്യാത്ത പണിക്ക് പൈസ എഴുതി വാങ്ങിക്കുക, അല്ലെ? ജോലി സ്ഥലത്തായിക്കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാലും ലീവ് എഴുതിയാലും ശരി, സുഖമില്ലെങ്കിലും സിക്ക് ലീവ് എഴുതിയാലും ശരി, ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് അവകാശപ്പെടാത്തത് നമ്മൾ എന്താ പറയുന്നത്, അധ്വാനിക്കാതെ നേടാനായിട്ട് ശ്രമിക്കുക. That is called embezzlement. Hallelujah. Nepotism means giving jobs and benefits to relatives or friends. നമ്മുടെ സ്വാധീനതയിലുള്ളവർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മൾ അധികാരത്തിലിരുന്നു കൊണ്ട് എന്താ കൊടുക്കുന്നത്? ഫേവേഴ്സ് ചെയ്തു കൊടുക്കുക. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു വലിയ വിഷയമായത് നമ്മുടെ ചുറ്റും ഇത് നടന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഈ കേൾക്കുന്ന നമുക്കുള്ളിൽ പോലും ഇതുണ്ട് എങ്കിൽ സഹോദരി നീ ഓർക്കണമേ, നീ ജീവനിലേക്കല്ല പോകുന്നത്, നീ നാശത്തിലേക്ക് പോവുകയാണ്. അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ, നീ ദുർഘട സമയങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയി. ഇതിനെ ജയിക്കേണ്ട നീ ഇതിന് തോറ്റുപോയിരിക്കുക. നീ ലോകത്തിൽ ഒരാളെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കേണ്ടത് അതാ. ഫ്രോഡ്, ഡിസെപ്ഷൻ ഫോർ ഫിനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഗെയിൻ. നമ്മൾ ഫ്രോഡ്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മൈ ചിൽഡ്രൻ, make a note in your life, never ever look for something, desire for something which you don't deserve. നിനക്ക് അവകാശപ്പെടാത്ത ഒന്നിനെ നീ ആഗ്രഹിക്കരുത്.
നിന്റെ ജീവിതത്തിൽ ആരെന്ത് ഓഫർ ചെയ്താലും it is for some undue advantage. മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണമാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ never ever being hooked in that. ആ വിഷയത്തിന്റെ ഉള്ളിൽ നീ അകപ്പെട്ടു പോകുവാനിടയാകരുത്. Hallelujah. If you do so, this word is applicable to you. Hallelujah. ചിന്തിക്കണമേ ദൈവമക്കളെ. മൂന്നാമത് നമ്മൾ കേട്ടു മോറൽ ഡിക്ലൈൻ, രണ്ടാമത് കേട്ടു വയലൻസ് ആൻഡ് കറപ്ഷൻ, മൂന്നാമത് ദൈവസഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിലേക്ക് ഒന്ന് വന്നു നോക്കിക്കേ, ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് നോക്കിക്കേ, ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നോക്കിക്കേ, ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നോക്കിക്കേ. ചുരുക്കം പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരുടെ മധ്യത്തിലേക്ക് എനിക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾ പഴയ കാലത്ത് അനേകരെ തെറ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഒന്നും സഹായിച്ചിരുന്നത് ദൈവഭയമായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ശരി, ദൈവഭയമുള്ള ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കും. കാരണം മുകളിൽ ഒരാൾ, എപ്പോഴും പറയുന്ന പറച്ചിലാണ് മുകളിൽ ഒരാളുണ്ട്, മുകളിൽ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇന്ന് മുകളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ഒരു ചിന്ത ആർക്കുമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? കാലം മാറിയ മാറ്റം മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് നോക്കിക്കേ, കർത്താവിനെ ഈ ലോകത്ത് കാണിച്ചു കൊടുക്കേണ്ട ദൈവസഭയുടെ മധ്യത്തിലേക്ക് നോക്കിക്കേ, കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് നോക്കിക്കേ. The prosperity gospel teaches that faith, donations, positive confession will bring wealth, health and success. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സമൃദ്ധിയുടെ സുവിശേഷം. സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നീ ഡൊണേഷൻ കൊടുക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് നീ സംഭാവന കൊടുക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നീ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യം ഉണ്ട് 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 എന്ന് പറയാമെങ്കിൽ നിനക്ക് ഹെൽത്ത് കിട്ടും, നിനക്ക് വെൽത്ത് കിട്ടും, നിനക്ക് സക്സസ് കിട്ടും. ഇതാണ് അഭിവൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ. There is another called hyper grace teaching. Hyper grace teaching എന്ന് പറഞ്ഞാൽ ഗ്രേസിന്, കൃപയ്ക്ക് പുതിയൊരു മാനം കൊടുത്ത് വലുതാക്കി കാണിക്കുക. ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേസിന്, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്ന് എന്ത് പാപം ചെയ്താലും അത് വിഷയമല്ല, നമ്മൾ കൃപയ്ക്ക് കീഴിലാണ്. എന്തൊരു റോങ് ടീച്ചിങ്. ഇതൊന്നും പണ്ടില്ലായിരുന്നു കേട്ടോ. 1-ാം നൂറ്റാണ്ടിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. What does it say? The time is at the end. സമയം അവസാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറന്നു പോകരുത് സഹോദരങ്ങളെ. There is another group replacing scripture with personal revelation. ചില സഭകളിൽ എന്തോ പഠിപ്പിക്കുന്നതെന്ന് അറിയുമ്പോൾ അവിടുത്തെ ലീഡർക്ക് പുതിയ പുതിയ റെവലേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക, വെളിപ്പാടുകൾ. ദൈവവചനത്തെ കോൺട്രഡിക്ട് ചെയ്യുന്ന ദി ഇൻഫാലിബിൾ വേർഡ് ഓഫ് ഗോഡ്, അലംഘനീയമായ ദൈവ മഹത്വത്തിന്റെ തിരുവചനത്തെ ചോദ്യം ചെയ്യത്തക്കവണ്ണം, അല്ലെങ്കിൽ ആ ദൈവവചനത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള വെളിപാടുകളെ കിട്ടിയിട്ട് ഈ ലീഡർ പറയുകയാണ്, കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു ഇങ്ങനെ, കഴിഞ്ഞ ആഴ്ച ദൈവം എന്നോട് സംസാരിച്ചു. ഈ സംസാരിച്ച കാര്യങ്ങൾ പലതും ദൈവവചനത്തിന് നേരെ തിരിച്ചാണ്. പക്ഷെ അത് കേട്ടുകൊണ്ടിരുന്ന് കൈയടിക്കുവാനും സ്വീകരിക്കുവാനും അത് ദൈവവചനമായിട്ട് ഏറ്റെടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഒരു വലിയ ജനം അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിക്കേ, ഇത് സത്യമല്ലേ? ഇതിപ്പോ സർവ്വസാധാരണമല്ലേ? ദൈവത്തിന്റെ തിരുവചനം ഏതോ ഒരു കോണിൽ മാറ്റിവെച്ചിരിക്കുക. ഇന്ന് അനേക വേദ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും, തിയോളജിയൻസ് എന്ന് പറയുന്നവർ പോലും, പ്രീച്ചേഴ്സ് എന്ന് പറയുന്നവരിൽ പലരും ഇന്ന് വാദിക്കുന്നത് എന്തെന്നറിയാമോ? ഈ വചനം എഴുതപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന ജനത്തിനു വേണ്ടിയാണ്. അവരുടെ സാമൂഹിക ചുറ്റുപാടുകളെ കണ്ടിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നതാണിത് എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളിൽ ആരെങ്കിലും അത് ശരിയെന്ന് പറയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, I have only one word to say. You are in that lot who are coming closer to the destruction. നാശത്തിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടരുടെ മധ്യത്തിൽ നിങ്ങളുമുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ട് പോകുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്നവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലരെന്താ പറയുന്നത് അറിയാമോ? Some churches adapt moral teachings. എന്ന് പറഞ്ഞാല് ഈ മോറലി ആയിട്ടുള്ള ടീച്ചിങ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ബുദ്ധനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ജനമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണമേ. There is no divider between the world and the church.
ദൈവസഭയും ലോകവും തമ്മിൽ, ലോകത്തിന്റെയും ദൈവസഭയുടെയും മധ്യത്തിൽ ഒരു ഡിവൈഡർ ഇല്ല. ലോകത്തിന് ഇതിനകത്ത് വരാം, ചർച്ചിന് അതിനകത്ത് പോകാം. അതേപോലെ ഒരു മിക്സിന്റെ അനുഭവം. ഹല്ലേലൂയ. അത് മാത്രമാണോ? കടന്നു വന്നിരിക്കുന്നവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഈ കടന്നു വന്നിരിക്കുന്നവരാരും ദുഃഖത്തോടെ മടങ്ങിപ്പോകരുത്. കടന്നു വന്നിരിക്കുന്നവരുടെ ആരുടെയും കണ്ണിൽ കണ്ണുനീര് വരരുത്. അവരെപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കണം, അവരെപ്പോഴും ഡിലൈറ്റഡ് ആയിരിക്കണം. അതിനനുസരിച്ചുള്ള വാക്കുകൾ മാത്രം പുൽപിറ്റുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് ഇല്ലേ? കടന്നു വരുന്ന ഒരു വ്യക്തിയും കണ്ണു നിറഞ്ഞവരായി മടങ്ങിപ്പോകരുത്, അവര് ദുഃഖിച്ചു പോകരുത്. കാരണം ഈ ലോകത്തിൽ മുഴുവനും ദുഃഖമാണ്, ഈ ലോകത്തിൽ മുഴുവനും കണ്ണുനീരാണ്. അപ്പൊ ദൈവസഭയുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കണ്ണുനീരല്ല ഉണ്ടാകേണ്ടത്, ചിരി ഉണ്ടാകണം. അവിടെ ഡിലൈറ്റ്മെന്റ് വേണം, ഡിലൈറ്റിംഗ് വേണം. അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ചില കാലഘട്ടങ്ങളുടെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നാൽ നിലവിളിയും കണ്ണുനീരും അവിടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, തങ്ങളുടെ മുന്നിലുള്ള ഭാവിയെ ഓർത്ത്, തങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിലുള്ള നികൃഷ്ടതകളെയും അധർമ്മത്തെയും ഓർത്ത്, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ശത്രുവാണല്ലോ ഞാനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു ജനം ദൈവസഭയുടെ മധ്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതില്ല. കാരണം ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നില്ല. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് അത് കടന്നു വന്നിരിക്കുന്നു. ഫോൾസ് ഡോക്ട്രിൻസ് കടന്നു വന്നുകൊണ്ടിരിക്കുക അല്ലേ? ചില സഭകളിലുണ്ട്, ലീഡർ എന്ത് പറയുന്നു അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അൺക്വസ്റ്റ്യനബിളാ. കാരണം പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് ലീഡർ മാറിയിരിക്കുക. തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം, തന്റെ പേര് ചർച്ച അറിയപ്പെടണം. അത് മാത്രമല്ല, ക്രിസ്തുവിലേക്ക് ചൂണ്ടി ഇതാണ് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുവാൻ കഴിയാതെ, ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടാതെ തന്നിലേക്ക് തന്നെ ഒരു ജനത്തെ അടുപ്പിക്കുന്ന ലീഡേഴ്സായി ഇന്ന് പലരും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ മധ്യത്തില ദൈവജനമേ എന്നെയും നീനെയും കർത്താവ് വിളിച്ചിരിക്കുന്നു ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ തക്കവണ്ണം. മറന്നു പോകരുത്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്നറിയുമോ? കോൾഡ്നെസ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോടുള്ള അടുപ്പത്തിന് ഒരു താല്പര്യമില്ലായ്മ, ഒരു തണുപ്പൻ മട്ട്. ജോലിസ്ഥലത്ത് പോകാൻ നമുക്ക് തണുപ്പൻ മട്ടൊന്നുമില്ല, പഠിക്കുന്നതിന് തണുപ്പൻ മട്ടൊന്നുമില്ല, പണം ഉണ്ടാക്കുന്നതിന് തണുപ്പൊന്നുമില്ല. എന്നാൽ ദൈവിക വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഒരു തണുപ്പ്, അത് പിന്നീടാകാമെന്നൊരു മാറ്റിവെക്കും. ഭൗതിക കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശുഷ്കാന്തിയുണ്ട് അല്ലേ? ഭൗതികമായ വിഷയങ്ങൾക്കൊക്കെ ശുഷ്കാന്തിയുണ്ട്. ഹോളിഡേസിന് പോകുവാൻ നമുക്ക് ശുഷ്കാന്തിയുണ്ട്, പഠിക്കുവാനും വലിയ ഗ്രേഡുകൾ വാങ്ങിക്കുവാൻ നമുക്ക് ശുഷ്കാന്തിയുണ്ട്, ഏറ്റവും ബെസ്റ്റ് ജോബിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുവാൻ നമുക്ക് ശുഷ്കാന്തിയുണ്ട്. പക്ഷെ ആത്മീക വിഷയത്തിലേക്ക് വരുമ്പോൾ താല്പര്യം കുറവ്, ശുഷ്കാന്തി കുറവ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കർത്താവ് ഹല്ലേലൂയ ലവോദിക്യ സഭയോട്, ലവോദിക്യ സഭയോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ നീ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല, ശീതോഷ്ണമാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉണ്ണുകളയും. നിങ്ങൾക്കറിയാമോ, when a church is planted, ഒരു സഭ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒരു സഭ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സഭ ഉണ്ടാകുകയല്ല. ഒരു സഭ ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ തീഷ്ണതയോട് കൂടിയ കുറച്ചു പേർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാ സഭ സ്ഥാപിതമാകുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ജനറേഷനിൽ when a church is planted, when a church is started, there were some wholehearted disciples in that group. ആ കൂട്ടത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സഭ സ്ഥാപിക്കുന്നത്. പക്ഷെ പിൽക്കാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നുകിൽ അവർ കറപ്റ്റഡായി, ഒന്നുകിൽ അവരിലെ ദൈവസ്നേഹം പോയി, അതല്ലെങ്കിൽ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ കടന്നു വന്നു. ഇവിടെ ലവോദിക്യ സഭയോട് പറയുക, നീ ശീതമാനുമല്ല, നീ ഉഷ്ണമാനുമല്ല, നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് I will spew you out of my mouth. നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ട് കളയുന്നത് ഒരു സഭയോടാ പറയുന്നത്. നീ ശീതമാനല്ല, നീ അവിടെയുമല്ല, നീ ഇവിടെയുമല്ല, നീ നടുക്കാൻ നിൽക്കുന്നത്. നീ ലോകത്തിലാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലല്ല, കർത്താവിനോട് കൂടെയാണോ എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ കൂടെയുമല്ല, നീ ഇതിന്റെ മധ്യത്തിലാണ്. സൗകര്യം അനുസരിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ ലോകത്തിൽ നിന്ന് വാങ്ങിക്കും, ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാവുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ലവോദിക്യ സഭയിലുള്ളവർ ആരും സാത്താനെ ആരാധിക്കുന്നവരായിരുന്നില്ല. They still believed in Jesus. അവർ യേശുവിൽ തന്നെ വിശ്വസിച്ചിരുന്നവരാ. പക്ഷെ കുഴപ്പം എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയം യേശുവിനോട് പറ്റിയിരുന്നില്ല. അവരുടെ ഹൃദയം മറ്റു പലയിടത്തുമാണ്.
അവരുടെ ചിന്തകളൊക്കെ മറ്റു പലതിനെ കുറിച്ചും, അവർ വറി ചെയ്യുന്ന വിഷയങ്ങളൊന്നും ആത്മീക വിഷയങ്ങളൊന്നുമല്ല, അവർ വറി ചെയ്യുന്ന, അവരാകുലരാകുന്ന ചിന്തകളൊക്കെ മറ്റു പല വിഷയങ്ങളുമാണ്. ഇവിടെ കർത്താവ് പറയാം, നിന്നെ ഞാൻ ഉമിഴ്ന്നു കളയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ രാത്രികാലം സ്വയം ഒന്ന് ചിന്തിക്കണമേ. നമ്മൾ കർത്താവിന്റെ മക്കളാണെന്ന് പറയുന്ന നമ്മുടെ ചിന്തകളൊക്കെ കർത്താവിന്റെ ഹിതകരമല്ലാത്തതാണെങ്കിൽ, നമ്മൾ മറ്റു പലതിനെ കുറിച്ചും വറി ചെയ്യുന്നതെങ്കിൽ, മറ്റു പലതുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനയെങ്കിൽ, പ്രയോറിറ്റീസ് എങ്കിൽ, കർത്താവിന്റെ ശബ്ദം ശാന്തമായി കേൾക്കുക. നീ ശീതവാനല്ല, ഉഷ്ണവാനല്ല, നിന്നെ ഞാൻ ഉമിഴ്ന്നു കളയും. ഈ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു പോക്ക, കോൾഡിനെസ്, ഒരു തണുപ്പൻ മട്ട്, ആ പഴയ ജീവിതത്തിന്റെ ഉത്സാഹമൊക്കെ അങ്ങ് പോയി നമ്മുടേത്. ഇപ്പൊ ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. ഞാൻ രാവിലെയൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചയിലൊക്കെ പോകുന്നുണ്ട്, എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്ന ആ ഒരു തീഷ്ണതയുണ്ടല്ലോ, ആ എരിവുണ്ടല്ലോ, ഇന്നതില്ല. ആ സസ്റ്റന്റ് എൻത്യൂസിയാസം, വിവാസിറ്റി, അതിന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ അപകടത്തിന്റെ പാതയില്ല, നീ അപകടത്തിന്റെ പാതയില്ല. ഇന്ന് രാത്രികാലം ഈ വചനത്തിന്റെ മുമ്പാകെ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ ഉണർത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ഇഗ്നൈറ്റ് ചെയ്യുന്ന, തീ കത്തിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറ, കർത്താവേ, ഞാൻ തണുത്തു പോയിരിക്കുന്നു, എന്നെ ഒന്ന് ഉണർത്തണമേ, എന്നിൽ ആ തീ ഒന്ന് കത്തണമേ കർത്താവേ. ഈ അന്ധകാലത്തിലേക്ക് ഞാൻ അടുത്തു വന്നിരിക്കുക, ഇത്ര നാളും ഓടിയിട്ട് അവസാനം വന്ന് എന്റെ ഓട്ടം പകുതി വഴിക്ക് നിൽക്കുവാൻ തക്കവണ്ണം, ഞാൻ ലക്ഷ്യത്തിൽ എത്താതെ വണ്ണം തകർന്നു പോകുവാൻ എനിക്ക് ഇടയാകരുതേ എന്ന് ശാന്തമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. മുമ്പേ കേട്ടല്ലോ, ഈ ലോകത്തിൽ ഈ അധർമ്മം പെരുകുന്നത് കൊണ്ട്, സഭയുടെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ നോക്കുന്നത് മനുഷ്യരെയാണ്, നമ്മൾ കർത്താവിനെ അല്ല നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് പ്രീച്ചറിനെയാണ്. നമ്മൾ നോക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വിശ്വാസികളായ സഹോദരങ്ങളെയാണ്. അവരുടെ ജീവിതത്തിലെ കുറവുകൾ കാണുമ്പോൾ, അവരുടെ ജീവിതത്തിലെ കുറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് തണുത്തു പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, കർത്താവ് എങ്ങും ആരോടും പറഞ്ഞിട്ടില്ല നിന്റെ കൂടെയുള്ള സഹോദരങ്ങളെ നോക്കി ജീവിക്കണമെന്ന്. കർത്താവ് പറഞ്ഞത് ഫോളോ മീ, നിങ്ങൾ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ നോട്ടം കർത്താവിക്കൽ മാത്രമായിരിക്കണം. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും പുറകിലും മുമ്പിലും ഇരിക്കുന്നവരെ, ഒരുപക്ഷെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന വ്യക്തി പോലും ഒരുപക്ഷെ നീ കർത്താവിന്റെ വചനത്തിൽ കാണുന്നവണ്ണമുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. പക്ഷെ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിന്നിലെ തീഷ്ണത പോകുവാൻ കൊണമടയാക്കരുത്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ദൈവത്തോടുള്ള സ്നേഹം, ദൈവസഭയോടുള്ള സ്നേഹം, ദൈവജനത്തോടുള്ള സ്നേഹം തണുത്തു പോകും. അതല്ലേ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു നാളിലുണ്ടായിരുന്ന തീഷ്ണത ഇന്നില്ല. അതിന് പറയാൻ പല പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊന്നും യേശുവിനെ കുറിച്ചുള്ള കാരണമല്ല. കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് ചിലർ പറയത്തില്ല. നമ്മുടെ ചുറ്റുപാടുകൾ അവരത് ചെയ്തു. ചിലർ സഭയെ വരാതിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവരത് ചെയ്തു, അവരത് പറഞ്ഞു, അവരത് ചെയ്തിട്ടില്ല, അവരത് കണ്ടില്ല, അവരെന്നെ പരിഗണിച്ചില്ല. എല്ലാം മറ്റുള്ളവരിലേക്ക് ചൂണ്ടുക. അങ്ങനെ ചൂണ്ടിക്കൊണ്ട് നിന്റെ ആത്മീയ ജീവിതം നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അനുഭവത്തിൽ നിന്ന് മാറണം. എഫേസസ് സഭയോട് പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസസ് സഭയോട് പറയുന്നുണ്ട്, യു ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. യു ലോസ്റ്റ് എന്നല്ല പറഞ്ഞത്, യു ലെഫ്റ്റ്. ലോസ്റ്റും ലെഫ്റ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി യു ലെഫ്റ്റ്. കാരണം എന്നോടുള്ള സ്നേഹത്തിന് പകരം നിന്റെ സ്നേഹം ഇപ്പൊ മറ്റൊന്നിനോടായി. നമുക്കറിയാമല്ലോ, ഒരമ്മയുടെ മോനായിട്ട് ജനിച്ചു വന്നു, കല്യാണം കഴിക്കുന്നത് വരെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ സ്നേഹം അമ്മയോടായിരുന്നു, അല്ലേ? വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം എങ്ങോട്ട് മാറി? ഭാര്യയിലേക്ക് മാറി. ആ സ്നേഹത്തിന് വേറൊരു വ്യക്തി കടന്നു വന്നു. കർത്താവിനോടായിരുന്നു ഇത്രയും കാലം സ്നേഹം. എഫേസസ് സഭയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. ആ 19-ാം അധ്യായത്തിൽ ദൈവസഭ, എഫേസസ് സഭ തുടങ്ങുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ അവിടെ അന്നത്തെ ജനം കർത്താവിന് വേണ്ടി കൊടുത്ത വില എന്താന്ന് അവിടെ കാണുന്നുണ്ട്.
അക്ഷുദ്ര പ്രയോഗം ചെയ്തവരൊക്കെ ഉണ്ട്. ജാതീയമായ മാർഗങ്ങളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. മന്ത്രവാദികളായിരുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവിന്റെ സുവിശേഷം കേട്ട് തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരുപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ക്ഷുദ്ര പ്രയോഗത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം അവർ ഒന്നിച്ചിട്ട് തീ കത്തിച്ചു. പരിശുദ്ധാത്മാവോടെ അതിന്റെ വില എഴുതിയിരിക്കുന്നത് എത്ര അറിയാമോ? 50,000 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശിന്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്ത് എത്ര വെള്ളിക്കാശിനാ? എത്ര? വെറും 30 വെള്ളിക്കാശിനാ ഒറ്റിക്കൊടുത്തത്. 30 വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം യൂദ ആ 30 വെള്ളിക്കാശിന് ഒരു വലിയ തുകയായി കണ്ടു എങ്കിൽ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ? ആ 50,000 വെള്ളിക്കാശ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഒരു ജനം വേണ്ടാന്ന് വെച്ചത്. അതാ എഫേസസ് സഭയുടെ തുടക്കം. പക്ഷെ ആ എഫേസസ് സഭയോട് വെളിപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് ഒരു 35 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് സഭയോട് പറയുകയാണ്, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടു. സ്നേഹിക്കുക, ചിന്തിക്കണമേ ദൈവമക്കളെ, ആദ്യ സ്നേഹം നമ്മുടെ പോയിട്ടുണ്ടോ? കോൾഡ്നെസ് ടുവേഴ്സ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം വചനം അറിയത്തില്ലെന്നുള്ളതല്ല. വചനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരികയാണ്. വചനം പഠിച്ചു വചനം വർദ്ധിച്ചു വരിക. പക്ഷെ ഹൃദയം അതിനനുസരിച്ച് വളരുന്നില്ല. ഹൃദയം അതിനനുസരിച്ച് വളരുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വി ആർ ഇൻ ദ ഡേഞ്ചർ സോൺ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. പ്രൈസ് ഗോഡ്. ഇതിന്റെ ഒക്കെ മധ്യത്തിൽ ഓർക്കണമേ, ദൈവത്തിന്റെ തിരുവചനത്തിൽ ഈ കാലഘട്ടങ്ങളൊക്കെ കടന്നു പോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ ഉണ്ടായിരുന്നു. 2000 വർഷത്തിന് മുമ്പ് അത് തുടങ്ങി. ഓരോ വർഷങ്ങളും അത് കൂടി വന്ന് ഇന്നത് പാരമ്യമായ അവസ്ഥയിൽ അതിന്റെ വളർച്ചയുടെ പന്ത്യതയിലായിരിക്കുക. എന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് ഏത് കാലഘട്ടത്തിലും ദൈവം തന്റെ ജനത്തെ സൂക്ഷിച്ചു. പ്രതികൂലങ്ങൾ വർദ്ധിച്ചെടുത്ത് ദൈവത്തിന്റെ സഭയെ കർത്താവ് സൂക്ഷിച്ചു. അത് പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ ലോകം മുഴുവനും അധർമ്മത്തിൽ പെരുകിയപ്പോൾ, അധർമ്മത്തിന്റെ മധ്യത്തിൽ ദൈവം അവരെ നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരാളെ ദൈവം കണ്ടു. നോഹയുടെ കുടുംബത്തെ ദൈവം കണ്ടു. ആ പ്രതികൂലത്തെ ജയിപ്പാൻ തക്കവണ്ണം ദൈവം അവന് കൃപ കൊടുത്തു. വചനത്തിൽ പറയുന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ നോക്കിയേ, അത് മിസ്രൈമിൽ വെച്ചായാലും ശരി, ബാബിലോണിൽ വെച്ചായാലും ശരി, തന്റെ ജനമാകുന്ന ഇസ്രായേലിനെ ദൈവം സൂക്ഷിച്ചു. ദൈവസഭയെ ഈ കാലഘട്ടങ്ങളിൽ എല്ലാം നോക്കിയോ, ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവസഭയെ ദൈവം സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രി പ്രാരംഭമായിട്ട് നമ്മൾ ഓർക്കണമേ സഹോദര സഹോദരി, ചുറ്റുപാടുമുള്ള പ്രതികൂലം എത്ര വർദ്ധിച്ചാലും, എത്ര കോടി മനുഷ്യർ വിശ്വാസം വിട്ടുപോയാലും ശരി, ഒരു നാളിൽ വിശ്വാസം പ്രസംഗിച്ച് നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തി പോലും ഒരു പക്ഷേ വിശ്വാസം തെറ്റിച്ച് മടങ്ങിപ്പോയാലും ശരി, നാം കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ വീഴാതെ കൊണ്ട് നമ്മളെ നിർത്തുവാൻ കർത്താവിന് കഴിയും, നമ്മളെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. വാട്ട് ഡു വി സീ ഇൻ ചർച്ചസ് ടുഡേ? ഇവിടെ നമ്മൾ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വന്നേ. ഞാൻ അടുത്ത ആ പോയിന്റിലേക്ക് പോവുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബിലീവേഴ്സ്. വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവിശ്വാസികൾക്ക് ഒരിക്കലും ഭക്തിയുടെ വേഷം ധരിക്കേണ്ട കാര്യമില്ലുണ്ടോ? ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയില്ലായ്മയിൽ ജീവിക്കുന്നവർ, അതിന്റെ ശക്തി ത്യജിക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ത്യജിക്കുന്നവർ, വചനത്തിന്റെ ശക്തി ത്യജിക്കുന്നവർ, ആ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിക്ക് ഒരു ശക്തിയുണ്ട്. അതില്ലാത്തവർ പുറത്ത് ഭക്തിയുടെ വേഷം. എന്താ നമ്മൾ നോക്കേണ്ടത്? ദൈവസഭയുടെ ചുറ്റുപാടും വന്ന് നോക്കി. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം സഹോദരങ്ങളെ. A lion part of the people, so-called people who says that they are believers, they are not born again. They have never experienced the power of regeneration. വീണ്ടും ജനനത്തിന്റെ ശക്തി അനുഭവിക്കാത്ത വലിയൊരു കൂട്ടം ഇന്ന് സഭകളിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സഭയിലും ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവമില്ല. പുറത്ത് പാട്ടുണ്ട്, പുറത്ത് പ്രസംഗമുണ്ട്, പുറത്ത് വചനധ്യാനമുണ്ട്, പുറത്തെല്ലാമുണ്ട്, കയ്യടിയുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു കോസ്റ്റ്യൂം ഉണ്ട്, ക്രിസ്ത്യൻ കോസ്റ്റ്യൂം. പക്ഷെ അകത്ത് മാനസാന്തരപ്പെടാത്ത ഒരു ഹൃദയം, കണ്ടുപോലെ നിറഞ്ഞ, കണ്ടുപോലെ ഉറച്ച ഹൃദയം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ
കടലിന്റെ അടിയിൽ പാറക്കെട്ടുകളുണ്ട്. പക്ഷേ ഇത്ര ആയിരക്കണക്കിന് വർഷങ്ങളിൽ ആ ഉപ്പുവെള്ളത്തിനകത്ത് കിടന്നിട്ടും ഒരൊറ്റ പാറക്കല്ല് പോലും മൃദുവായിൽ എത്തുന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അത് പാറയാണ്. ഇറ്റ് ഈസ് റോക്ക്. മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കല്ലായിരിക്കുന്ന ഹൃദയത്തെ ഞാൻ മാറ്റി നിനക്ക് മാംസളമായ ഹൃദയം ഞാൻ തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പഴയ അവസ്ഥ കല്ലായിരുന്നുവെന്ന്. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തി, അത് സഭയ്ക്ക് അകത്തായാലും സഭയ്ക്ക് പുറത്തായാലും അകം കല്ലായിരിക്കും, ഹൃദയം പാറയായിരിക്കും. എത്ര വെള്ളം വീണാലും ശരി പാറയായിട്ട് തന്നെ ഇരിക്കും, അതറിയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, we got to be very very careful. കരുണ കാണിക്കാൻ തോന്നുന്നില്ല, ദയ കാണിക്കാൻ തോന്നുന്നില്ല, സ്നേഹിക്കാൻ തോന്നുന്നില്ല, വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകുന്നില്ല. ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു പോകുവാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് വാശിയ, ഞാൻ ജയിക്കണം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ താണു കൊടുക്കത്തില്ല, ആ ഇങ്ങോട്ട് വരണം, ഞാനിതിന് അങ്ങോട്ട് പോകുന്നത്. അത് പാറയുടെ അനുഭവമല്ലാതെ മറ്റൊന്ന് അനുഭവം. ലവേഴ്സ് ഓഫ് their own selves. ഇവിടെ പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികൾ, ലവേഴ്സ് ഓഫ് ഓൺ സെൽഫ്സ്. നമ്മളെ ഒത്തിരി സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കുക, നമ്മുടെ ബന്ധുക്കളെ ഒത്തിരി സ്നേഹിക്കുക, മറ്റുള്ളവരെല്ലാം വേറെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓർക്കണമേ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനല്ല നമ്മൾ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചർച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, it is a group of people built together as one body. One body. That means when you look onto my physical body here, there are so many organs around. Hands are there, legs are there, nose is there, eyes are there, ears are there, the whole inside outside organs are there, all put together you say one body. ഇതാണ് സഭ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സഭയിലേക്ക് വരുമ്പോൾ അനേകരെ കൂട്ടി ഒരു സഭയെ ഒരു ജനമാക്കി മാറ്റിയിരിക്കുന്നു, ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ വേർതിരിവില്ല. അവിടെ നമ്മൾ പരസ്പരം സ്നേഹിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിന് നമ്മൾ വില കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ പറയുന്നതെല്ലാം അവർ അനുസരിക്കുന്നത് കൊണ്ടല്ല. ആണോ? നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അവർ ജീവിക്കുന്നത് കൊണ്ടാണോ? അല്ല. പല കാര്യങ്ങൾക്കും നാം പറഞ്ഞു ക്ഷമിക്കും കുഞ്ഞുങ്ങളോടല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് അടിക്കത്തില്ലേ? ചില കുഞ്ഞുങ്ങൾ തുപ്പുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ വില കൂടിയ സാധനങ്ങളൊക്കെ തള്ളി താഴെയിടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലേ. അവരെ ആരെങ്കിലും നമ്മൾ വിളിച്ച് വീടിന് പുറത്ത് തല്ലി കളയുമോ? ഇതെന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് എറിഞ്ഞു കളയുമോ? ഇല്ല. ആ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കും, ആ കഷ്ടങ്ങൾ നമ്മൾ സഹിക്കും. എന്തുകൊണ്ട്? അതെന്റെ കുഞ്ഞാണെന്നുള്ള സ്നേഹം. നമ്മൾ പൊറുക്കുന്നത്, നമ്മൾ സഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അനുഭവത്തിലേക്ക് കടന്നു വരണം. അന്ത്യകാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരാൻ തുടങ്ങും. I will live for myself and my comfort and my convenience. മറ്റാരെയും എന്റെ ടെറിട്ടറിക്കകത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. Praise God. Hallelujah. 2, ലവേഴ്സ് ഓഫ് മണി. ഇവിടെ എഴുതിയിരിക്കുന്നു ദ്രവ്യാഗ്രഹികളായിരിക്കുമെന്ന്. ലവേഴ്സ് ഓഫ് മണി. ലവേഴ്സ് ഓഫ് മണി കഴിഞ്ഞിട്ടേ എനിക്ക് പറ്റുള്ളതൊന്നും, സമ്പത്ത് കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ. കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. None can serve with 2 masters. 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നാ. പക്ഷേ നമ്മളിൽ പലരും പ്രൂവ് ചെയ്യുക എനിക്ക് കഴിയുമെന്നവര്. എനിക്ക് കഴിയും. ദൈവത്തെ ഞാൻ സ്നേഹിക്കും, എന്റെ പണത്തെ ഞാൻ സ്നേഹിക്കും. ഇതിൽ ആരെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ ഒരൊറ്റ തെളിവേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ആർക്ക് വേണ്ടിയാ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ ആളിനെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ശരിയല്ലേ? ആര് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഓടുന്നത്, ആ ആളിനെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം ആ ആളാണ് നമ്മുടെ മാസ്റ്റർ. No one can serve 2 masters. 2 യജമാനന്മാരെ സേവിപ്പാൻ കൊണ്ട് ആർക്കും കഴിയുകയില്ല. കാരണം ഒരാളെ സ്നേഹിച്ച് മറ്റേ ആളിനെ നിരസിക്കുമെന്നാ അല്ലേ? നമ്മൾ പണം പറയുന്ന അനുസരിച്ചാണ് ഓടുന്നത്. പണം പറയാന്ന് വെച്ചോ അടുത്ത ആഴ്ച ഫാസ്റ്റിംഗ് പ്രയറാണ് നമ്മുടേതല്ലേ. പണം പറയാന്ന് വെച്ചോ അടുത്ത ആഴ്ച 2-3 ദിവസം പോയാൽ മതി ചർച്ചിൽ. ബാക്കി സമയം നമുക്ക് ഓവർ ടൈം ഉണ്ട്. ആര് പറയുന്നതാ കേൾക്കുന്നത്? പണം പറയുന്നത് കേൾക്കുന്നു, കർത്താവ് പറയുന്നത് കേൾക്കുന്നു. നമുക്കറിയാം.
ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരാത്തവരോട് എക്സ്ക്യൂസസ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന എക്സ്ക്യൂസസ് കേൾക്കുമ്പോഴറിയാം ഹു ആർ ദേ സർവിങ്. സിമ്പിളാണ്. ഹല്ലേലൂയ. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ടല്ലേ? ബാക്കി എല്ലാത്തിനും നമുക്ക് സ്നേഹഭാഗത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്ത് ബലൂൺ ചെയ്യാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറയുക. കാരണം നമ്മൾ ആരും മിഥ്യാബോധത്തിൽ ജീവിക്കരുത്. ഓ, ഇതൊന്നും എന്നെ കുറിച്ചല്ല പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കരുത്. നിന്നെ കുറിച്ച് തന്നെയാ പറയുന്നത് എന്ന് നമ്മൾ ഏറ്റെടുക്കണം. യേശു കർത്താവ് എന്നെ കുറിച്ചായി പറയുന്നത്. കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ, എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റും. മലയാളത്തിൽ പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റും. പ്ലേറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ പണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്കത് ഓർമ്മയില്ല. അതിനകത്ത് ഓരോ പ്ലേറ്റ് മാറ്റുന്നതനുസരിച്ച് പാട്ട് വരും. അത് പ്ലേറ്റ് മാറ്റുക എന്നുള്ള ഫ്രേസ് അങ്ങനെയാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ ശ്രദ്ധിക്കണമേ. ലവേഴ്സ് ഓഫ് മണി, ലവേഴ്സ് ഓഫ് വെൽത്ത്, lovers of comfort, lovers of aristocracy, lovers of, so many things, lovers of this world. നമുക്കെല്ലാത്തിനും എക്സ്ക്യൂസ്. ദൈവത്തെ അത്ര സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പ്രൗഡ്. അടുത്തത് എന്തോന്നറിയാമോ? വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ. പ്രൗഡ്. പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഹൂ ഈസ് ഹി ടു കറക്റ്റ് മീ? എന്നെ കറക്റ്റ് ചെയ്യാൻ ഈ ആളാരാ? ഞാൻ എല്ലാം അറിയാവുന്നയാള്, എനിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. അതല്ലേ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നം. വൈഫ് പറയുന്നത് നിങ്ങളെക്കാട്ടി കൂടുതൽ എനിക്കറിയാം. ഹസ്ബൻഡ് പറയുന്നത് നിനക്കെന്ത് പറയാം, നിന്നെക്കാട്ടി കൂടുതൽ എനിക്കറിയാം. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ശരി ഒന്നിച്ച് വരുമ്പോൾ തമ്മിലടിയാവും. കാരണം ഒരാൾ തെറ്റാണെന്ന് സമ്മതിക്കുവാൻ ആളിന് തയ്യാറല്ല. പ്രൗഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രൗഡുള്ള വ്യക്തി സ്വർഗത്തിലെത്തുമെന്ന്? ഒരിക്കലുമില്ല. പക്ഷേ നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുന്ന വചനം പറയുന്നുണ്ട് നമ്മൾ എത്തുമെന്ന്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുക. നോ, യു ക്യാൻ ബി റോങ്, ഐ ക്യാൻ ബി റോങ്. അത് നമ്മൾ സമ്മതിക്കണം. യെസ്, പ്രോബ്ലി ഐ എം റോങ്. ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ഡിസൊബീഡിയന്റ്, അനുസരണമില്ലാത്തവർ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. They are not obedient. They are not obedient to the authority. തങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് അവർക്ക് കീഴ്പ്പെടാൻ കഴിയുന്നില്ല. അത് അപ്പനും അമ്മയും ആയിക്കോട്ടെ, സ്കൂൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഓഫീസിലെ മാനേജേഴ്സ് ആയിക്കോട്ടെ, ചർച്ചിലെ ശുശ്രൂഷകരായിക്കൊള്ളട്ടെ, തങ്ങൾക്ക് മുകളിൽ വെച്ചിരിക്കുന്നവരെ അംഗീകരിക്കുവാൻ തങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരുന്നോ അല്ല എന്നൊരു ചിന്ത. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊന്നും ആകേണ്ട ആളല്ല, ഞാൻ അവിടെ ഇരിക്കേണ്ട ആളാണ്. ദൈവമേ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് എത്തിക്കണേ എന്ന് പറഞ്ഞ് പണ്ട് കിടന്ന് നിലവിളിച്ചതൊക്കെ നമ്മൾ മറന്നുപോയി. എന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തണമേ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച കാലമൊക്കെ നമ്മൾ മറന്നുപോയി. ഇന്ന് ഇവിടേക്ക് കടന്നു വന്ന് ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ മാറിയപ്പോ, ചില ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ we think we are somebody. അപ്പൊ നമുക്കിതൊന്നും പോരാ, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ടോട്ടലി മാറി. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തവരായി തീരരുത്. പഴയതിലേക്ക് നമ്മൾ മടങ്ങി. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗാഡ്. ഇവിടെ പറയുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഈ ലോകത്തിന്റെ സന്തോഷം, ലോകത്തിന്റെ സുഖം, ജഡീക സുഖം, ജഡത്തിന്റെ ഇഷ്ടം, കംഫർട്ട്, ലക്ഷറി, ഈ ആഡംബരങ്ങൾ, ഇതൊക്കെ സ്നേഹിച്ച് എന്നാൽ പുറത്ത് നല്ലൊരു വേഷമുണ്ട്, ഭക്തിയുടെ വേഷം. കർത്താവ് പറഞ്ഞ് ഈ അന്ത്യകാലത്ത് വരുന്ന ജനം അങ്ങനെയുള്ളതായിരിക്കും. ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ടോ? We don't need to pray. നമുക്ക് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പ്ലാറ്റ്ഫോം ആവശ്യം, അല്ലേ? നമുക്ക് വർഷിപ്പ് ഒക്കെ വേണം, പക്ഷെ we don't need the power of God in us. നമുക്ക് നല്ല റിതം വേണം, നല്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വേണം, നല്ല ക്ലാപ്പിംഗ് വേണം, നല്ല സൗണ്ട് വേണം. പക്ഷെ അകത്ത് കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we are in a dangerous zone. We are in a dangerous zone. Hallelujah. ഇതെന്തിനാ ദൈവം അനുവദിക്കുന്നത്? ഞാൻ പെട്ടെന്ന് മുന്നോട്ട് വചനം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. എന്തിനാ ദൈവം ഇത് അനുവദിക്കുന്നതെന്ന് അറിയാമോ? There are two kinds of people who will go through this. One is people with a weak faith and one is with a real faith. ഈ വീക്ക് ഫെയ്ത്ത് ഉണ്ടല്ലോ, കാരണം ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു കൂട്ടരുണ്ടല്ലോ.
ഈസി ഗോയിങ് കൂട്ടരുണ്ടല്ലോ, അവരെല്ലാം ഇതിനകത്ത് വീണു പോകും. കർത്താവ് ഇത് അനുവദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ ജനമാരെന്ന് കർത്താവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കിയേ, 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവസഭ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഏത് കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി വില കൊടുത്ത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ, നഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ, ഈവൻ രക്തസാക്ഷിത്വം വഹിക്കാൻ പോലും, ഈവൻ മറ്റിടത്തിലൂടെ കടന്നു പോകുവാനും ഒരു ജനമുണ്ടായിരുന്നു കർത്താവിന് വേണ്ടി. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതെങ്കിലും ഒരു കാലഘട്ടമുണ്ടോ അതില്ലാതിരുന്ന കാലഘട്ടം? പ്രൂവ് ചെയ്യുകയാണ് കർത്താവ്, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജനമുണ്ടെന്ന്. ഈ പ്രതികൂലങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രൂവ്ഡ് ആവത്തില്ല. കാരണം എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ചോദിക്കുന്നത് തന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് ചർച്ചിനകത്ത് വരും? എത്ര പേരും വരത്തില്ല. നമ്മൾ പലരും ദൈവത്തെ വിളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആവശ്യം കൊണ്ടൊക്കെയാണ്. എന്നാൽ ഒരു ആവശ്യവും ഇല്ലാത്തവൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഒരു ഭൗതിക ആവശ്യവും ഇല്ലാത്ത വ്യക്തി കർത്താവിന് വേണ്ടി സഹിക്കുന്നെങ്കിൽ, കർത്താവിനെ വിളിക്കുന്നെങ്കിൽ ആ വ്യക്തി ഉള്ളിലെ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ഉള്ളവർ എന്തോന്നറിയാമോ? അവർ വേസൈഡിൽ വഴിമധ്യ വീട് പോകും കേട്ടോ. അവരങ്ങ് വരെ ഓടിയെത്തത്തില്ല. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അവർ പിണങ്ങിപ്പോകും. കാരണം അവർക്ക് റൂട്ടില്ല, വചനത്തിലില്ലവര്, പരിശുദ്ധാത്മാവിലില്ലവര്. അവരെന്തിനോ വേണ്ടി സഭയ്ക്കകത്തേക്ക് കടന്നു വന്നു. ആരാണ്ട് പറഞ്ഞ് അവിടെ വന്ന സൗഖ്യം കിട്ടുമെന്ന്. അവിടെ വന്ന് കുറച്ചു നാളിരുന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയില്ല, തിരിച്ചുപോയി. ചിലർ സാമ്പത്തിക കടബാധ്യത മാറുമെന്നും പറഞ്ഞു വന്നു, കുറെ നാളിരുന്ന് പ്രാർത്ഥിച്ചു, സാമ്പത്തിക കടബാധ്യത മാറിയില്ല, അവർ തിരിച്ചുപോയി. ചിലർ മക്കൾക്ക് വേണ്ടി വന്നു, മക്കളെ കിട്ടിയില്ല, തിരിച്ചുപോയി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അടിസ്ഥാനമില്ലാതെ ആരൊക്കെയുണ്ടോ അവരൊക്കെ വീണുപോകും ഇതിന്റെ മധ്യത്തിൽ. അതാ ഇന്ന് സഭകളിൽ കാണുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ അടിസ്ഥാനമുള്ള ഒരു ജനമുണ്ട്, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ, നിന്ന് സഹിക്കുവാൻ, ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനമുണ്ട്. അത് വെളിപ്പെടുന്നത് ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ. ഞാൻ വളരെ വളരെ ചുരുക്കത്തിൽ പോവുകയാണ്. സമയം ഇനി അധികമില്ല, 5-8 മിനിറ്റൂടെ ഉള്ളൂ ബാക്കി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിൽ ആ ദൈവസ്നേഹമുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, കർത്താവിന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട്, അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവിടുന്ന് എന്നെ വീണ്ടെടുത്ത ദൈവമാണ്, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ സാധാരണക്കാരനല്ല എന്നുള്ള ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ, we will never be shaken when the world shakes. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാനത് വായിച്ചു പോവുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ അനുഭവത്തിലൂടെ കടന്നുപോയൊരു ദൈവജനം ഉണ്ടായിരുന്ന, കർത്താവിന് വേണ്ടി അറുക്കപ്പെട്ടവർ, ആടിനെ പോലെ കൊല്ലപ്പെട്ടവർ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദുഷ്ടന്മാർ ഉപദ്രവിച്ചവർ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. പൗലോസിന്റെ കൺവിക്ഷൻ. ഇതാ റിയൽ ഫെയ്ത്തിന്റെ പ്രൂവൺ ആകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പെർസിക്യൂഷൻ വർദ്ധിക്കുമ്പോഴാണ് റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. ഈ ഡാർക്ക്നെസ് കൂടുതലാക്കുന്നിടത്തായി ലൈറ്റ് വർദ്ധിക്കുന്നത്. എപ്പോഴും ഓർക്കണമേ, ഡാർക്ക്നെസ് ഇല്ലെങ്കിൽ ഒരു പകൽക്കാലത്ത് ഒരു ബൾബ് അവിടെ വെളിയിൽ കത്തിച്ചു വെച്ചാൽ നോബഡി വിൽ നോട്ടീസ് ദാറ്റ് ബൾബ് ലൈറ്റ്. ആരെങ്കിലും ലൈറ്റ് ചെയ്യുമോ? ഡേ ടൈമിൽ 100 വോൾട്ടിന് ഒരു ബൾബ് വെളിയിൽ കത്തിക്കിടന്നാൽ നോബഡി വിൽ നോട്ടീസ് ഇറ്റ്. പക്ഷെ രാത്രിയിൽ അത് കത്തിക്കിടക്കുന്നതെങ്കിലോ? ദൈവമഹത്വം വെളിപ്പെടുന്നത്, റിയൽ ഫെയ്ത്ത് വെളിപ്പെടുന്നത് ഈ പ്രതികൂലത്തിന്റെ നടുവിലാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ദുർഘട സമയങ്ങളുടെ മധ്യത്തിലാണ്. ഹല്ലേലൂയ. The final point ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. How to overcome perilous times. എങ്ങനെ ഈ ദുർഘട സമയങ്ങളെ ദൈവസഭയ്ക്ക് ജയിക്കാൻ കഴിയും? എനിക്ക് നിങ്ങൾക്കും ഈ ദുർഘട സമയങ്ങളെ ജയിക്കുവാൻ എങ്ങനെ കഴിയും? കാരണം ചുറ്റുപാട് നോക്കിയാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൈവസഭയ്ക്ക് അകത്ത് നോക്കിയാലും ഓരോ ദിവസവും ഡിപ്രസിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ചുറ്റുപാടും കാണുന്നത്. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന,
നമ്മുടെ വിശ്വാസത്തെ തണുപ്പിക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്ന, കൂടെ ആരും ഓടുവാനില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നൽ വരുത്തുന്ന ഒക്കെ അനുഭവങ്ങളായിരിക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതിന്റെ മധ്യത്തിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ഓടുവാൻ പറ്റും? ഒന്ന് ഓർത്ത് നോക്കിയാൽ, തീഷ്ണതയുള്ള 3-4 സഹോദരങ്ങള്, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ, ഒരേ ലക്ഷ്യത്തിലേക്ക് ഓടുന്നവർ, ഒരൊറ്റ കൺവെക്ഷനെ നിലനിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഓടാൻ പറ്റും. പക്ഷെ ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നീയും ഞാനും ഒറ്റപ്പെട്ടു പോകും. പത്മോസിന്റെ ദ്വീപിനകത്ത് യോഹന്നാൻ ഒറ്റപ്പെട്ടതുപോലെ ചില സന്ദർഭങ്ങളിൽ നീയും ഞാനും ഒറ്റപ്പെട്ടു പോകാം. അതിന്റെ മധ്യത്തിൽ ഈ ദുർഘട സമയങ്ങളെ ജയിക്കുവാൻ എനിക്കും നിനക്കും എന്ത് ചെയ്യണം? നമ്മള് നമ്പർ 1, ബി ഫിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒന്ന്, നിനക്ക് ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ നിറയണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, are you weary? Are you tired? Do you think that you are dry? Do you think that you are deteriorating in your walk with God? ദൈവത്തോടുള്ള നടപ്പിൽ നീ പിന്നിലേക്ക് പോകുന്നു എന്ന് കരുതുന്നെങ്കിൽ, ആൻസർ ഇസ് ദിസ്: ബി ഫിൽഡ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നിനക്ക് ഈ ഓട്ടം ഓടുവാൻ കഴിയത്തില്ല. ഈ ലോകം നിന്നെ തോൽപ്പിക്കും, നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്നെ തോൽപ്പിക്കും. ഈ ദുർഘട സമയത്ത് ജയിക്കാൻ നിനക്ക് കഴിയത്തില്ല. എന്റെ പിതാവ് കർത്താവിന്റെ അസെൻഷന് മുമ്പ്, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ്, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ ലൂക്ക് എഴുതുന്നു. ലൂക്കോസ് എഴുതുക എന്താണെന്നറിയാമോ? കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അവർക്ക് വചനമറിയാം. അവർ കർത്താവിനോടുകൂടെ ജീവിച്ചവരാ 3.5 വർഷം. അവർക്കെല്ലാം അറിയാം. പക്ഷെ ഒന്നേ ഉള്ള, അവർക്ക് ബലമില്ല, ധൈര്യമില്ല, പേടിയാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വെളിയിൽ പോയിട്ട് എന്റെ ശിഷ്യരാകാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. എനിക്ക് സമയമില്ല. പത്രോസിന്റെയും മറ്റു ശിഷ്യന്മാരുടെ ഒക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ഈ ലൂക്ക് തന്നെ എഴുതിയത്. ലൂക്ക് ഹാഡ് റിട്ടൺ ഗോസ്പൽ ഓഫ് ലൂക്ക് ആൻഡ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ അവരിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരും. അതുവരെ നിങ്ങൾ നഗരത്തിൽ പാർക്കണം. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ട് അവിടെ തീർക്കി എഴുതി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത്. എന്ത് പറഞ്ഞിട്ട്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറന്നു. ഏറ്റവും അവസാനം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയത് എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ആലോചന. അതില്ലാതെ ഈ ഭൂമിയെ ജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല. ദാറ്റ് ഈസ് ദ നമ്പർ 1 നെസസിറ്റി. അത്യാവശ്യം നമ്പർ 1, be filled in or be baptized in the Holy Spirit. Be baptized in the Holy Spirit and keep on being filled every single day of your life and mind. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം ആത്മാവിന്റെ നിറവിൽ വർദ്ധിച്ചു വരണം. ഓരോ ദിവസവും അവിടുത്തെ ആലോചനയും ജീവിക്കണം. അല്ല എങ്കിൽ ആദ്യം മുതൽ കേട്ടത് മുഴുവനും നമ്മളെ മുക്കി. കാരണം we are living in this flesh. ഈ ജഡമോഹം നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ കണ്ണുകൾ അന്ധമായി തീരും. നമ്മുടെ ജഡത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായി തീരും. ന്യായവിധി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ബ്ലോക്ക് ആകും. പിശാചിനെ മറയ്ക്കും. നീ കാണത്തില്ല ന്യായവിധി എന്തെന്ന്. നിത്യത എന്നുള്ള വാക്ക് നീ മറന്നു പോകും. സെക്കൻഡ്, കണ്ടിന്യൂ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തിരുവചനത്തിനകത്ത് ജീവിക്കുക. തന്നിൽ വിശ്വസിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ചത് യഹൂദന്മാരോട് യേശു, ഒരുവൻ യേശുവിലേക്ക് കടന്നു വന്ന് യേശുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഇത് മതിയെന്നും പറഞ്ഞ് കർത്താവ് പറഞ്ഞു വിടുകയല്ല ചെയ്തത്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അന്ത്യം വരെ നിങ്ങൾ ഈ വചനത്തിൽ നിലനിൽക്കണമെന്ന്. അനേകർ പറയുന്ന ഒരു വൺ ടൈം എക്സ്പീരിയൻസ് മതിയാ. പേരെഴുതിയോ എഴുതി, ഇനി ഇത് മായ്ച്ചു കളയത്തില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കാം. നല്ല
ജീവിതത്തിന്റെ അവസാനം വരെ ഇതിൽ നീ നിലനിൽക്കണം. അതാ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. കർത്താവിൽ വസിക്കുക. കഴിഞ്ഞൊരു ദിവസം നമ്മൾ കേട്ടതാ, ലിവിംഗ് ഇൻ ക്രൈസ്റ്റ്, അബൈഡ് ഇൻ ക്രൈസ്റ്റ്. there is no other choice. അതല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ദുർഘട സമയത്തിൽ വീണുപോയ ലോകത്തിലെ മനുഷ്യരെ പോലെ ആയിപ്പോകും നമ്മൾ. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ കേട്ടു, be baptized in the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുക. 2, ദൈവവചനത്തിൽ നിലനിൽക്കുക. 3, preach the word. നമ്മൾ വിചാരിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവവചനത്തിൽ ഞാൻ നിലനിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. നിനക്ക് ഓക്കെ അല്ല, നിന്നെ ഒരു ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്തെന്നറിയാമോ? നീ അറിഞ്ഞ ഈ സത്യത്തെ നീ പ്രസംഗിക്കണം. preach the word. തീമോത്തിയോട് പൗലോസ് പറയുന്നു, 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളില് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കാരണം എന്തിനാ കഷ്ടം സഹിക്കുന്ന ഒരു സുവിശേഷകൻ? ഓട്ടോമാറ്റിക്കലി സത്യം പ്രസംഗിക്കുമ്പോൾ കഷ്ടം സഹിച്ചേ പറ്റൂ. മറ്റാരെങ്കിലും വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? സത്യം ഒരു വ്യക്തി പ്രസംഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏറ് കിട്ടും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, മനുഷ്യൻ വെറുക്കും, അല്ലേ? നീ കഷ്ടം സഹിച്ചിട്ട് പറയുന്നു സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യണമെന്ന്. അവരുടെ ഇഷ്ടത്തിന് പോരരുത്. കാരണം കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ അവർ പെരുക്കുമെന്ന അവരുടെ ഇഷ്ടത്തിനുള്ള പ്രസംഗം കേൾക്കാൻ അങ്ങനെയുള്ളവരെ അവർ അന്വേഷിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. എന്തിനറിയാമോ? അവർക്ക് കൈയടിക്കണം. ഇപ്പോഴാ ചിലർക്ക് ഉണർന്നെന്ന് തോന്നുന്നു ഞാൻ കൈയടിച്ചപ്പോഴേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാ. വചനം പ്രസംഗിക്കണം. സമയത്തിനും അസമയത്തിനും നീ ഒരുങ്ങി നിൽക്കണം. കാരണം നിന്റെ യജമാനൻ വരുന്ന സമയമായി. നിന്റെ യജമാനൻ വരുന്ന സമയമായി. അതുകൊണ്ട് നീ സമയത്തിനും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം. നിന്റെ ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ട് നിൽക്കണം. തുടങ്ങിയത് എവിടെ? പരിശുദ്ധാത്മാവിന്റെ നിറവ്. ദൈവവചനത്തിൽ നീ നിലനിൽക്കണം. നീ വചനം പ്രസംഗിക്കണം. അല്ലാതെ ഇത് രണ്ടും ഇല്ലാതെ വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കരുത്. നെക്സ്റ്റ് പോയിന്റ്, endure hardness എന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുക എന്നതിന്റെ അർത്ഥം. endure hardness or endure hardship. കഷ്ടത സഹിക്കുക. ക്രിസ്തുവേശു 2 തീമോത്തി 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാകിയാൽ കിരീടം പ്രാപിക്കുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സോൾജിയറിന്റെ യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞാലും നീ ചട്ടപ്രകാരമല്ല ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ നിനക്ക് കിരീടം കിട്ടത്തില്ലെന്ന്. നമുക്കൊക്കെ വേഷഭൂഷാദികളുണ്ട്. ക്രിസ്ത്യനെന്നും ദൈവവൈതലെന്നും പെന്തിക്കോസുകാരനെന്നും ഒക്കെ നമുക്ക് വേഷഭൂഷാദികളുണ്ട്. പക്ഷെ ചട്ടപ്രകാരം നീ പോരാടുന്നില്ലെങ്കിൽ, പ്രമാണങ്ങളിൽ നീ ജീവിക്കുന്നില്ലെങ്കിൽ നിനക്ക് കിരീടം കിട്ടത്തില്ല, എനിക്ക് കിരീടം കിട്ടത്തില്ലെന്നാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. അതുകൊണ്ട് നീയും നല്ല ഭടനായി എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഉത്തരവാദിത്വം അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ്. ഇത് 2 തീമോത്തി 2 തീമോത്തിയുടെ ലേഖനമാണ്. കാരണം ചില നാളുകൾക്കുള്ളിൽ ആ ദൈവഭൃത്യൻ മരിക്കുകയാണ്, കൊല്ലുകയാണ് നീറോ ചക്രവർത്തി. അത് മുന്നമേ കണ്ട് തന്റെ നിര്യാണ കാലം, തന്റെ മരണം മുന്നമേ കണ്ടിട്ട് തന്റെ മേലുള്ള വിളി, തന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ്, ആ വലിയ ഉദ്ദേശ്യം തന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക, തീമോത്തിക്ക് കൈമാറുക. അവിടെ പറയുക, നീയും എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക, നല്ല ഭടനായി പോരാടുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മറന്നു പോകട്ടെ. ഈ ദുർഘട സമയങ്ങളെ ജയിക്കണമെങ്കിൽ നാം പോരാടണം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. ഒരു ചെറിയ ശേഷിപ്പിനെ കർത്താവ് സൂക്ഷിക്കുന്നു. ഈ ദുർഘട സമയങ്ങൾ നമ്മളെ തകർത്ത് കളയുമെന്ന് നമുക്കൊരു പക്ഷെ തോന്നിപ്പോയേക്കാം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോഴേ. പക്ഷെ ഓർക്കുക, ഇറ്റ് ബിക്കംസ് എ കോസ് for you to be anointed. അധികം അഭിഷേകം നിന്റെ മേൽ വരുവാനുള്ള ഒരു മുഖാന്തരമാക്കി ദൈവം മാറ്റും. കാരണം ഈ എതിരുകളുടെയും പോരാട്ടങ്ങളുടെയും മധ്യത്തിൽ ഈ ദൈവശക്തിക്ക് വേണ്ടി അധികം നിലപിടിക്കും. നിന്നെ അഭിഷേകത്തിൽ സ്വർഗം നിറയ്ക്കും. ഹല്ലേലൂയ. നീ ചിന്തിക്കും നിന്റെ സഭയെ ഇത് തകർത്ത് കളയുമെന്ന്. ഈ ലോകം, ഈ ചുറ്റുപാടുകൾ, ഒരുപക്ഷെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിരുകൾ എഴുന്നേൽക്കുമ്പോൾ ദൈവസഭ തകർന്നു പോകുമെന്ന് നീ ഒരുപക്ഷെ ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണമേ, God is separating who is the true and who is the fake. മറന്നു പോകരുത്.
ഹല്ലേലൂയ. ഓർക്കണമേ ദൈവമക്കളെ, കർത്താവിന്റെ സഭ ഓരോ ദിവസവും നമുക്കറിയുന്നില്ല. ഇതൊരു റിയാലിറ്റി കേട്ടോ. അനേകരുടെ ജീവിതം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ചിലരുടെ ജീവിതങ്ങൾ ശോഭിച്ചുകൊണ്ടിരിക്കുക. കാരണം ഡാർക്ക്നെസ് കൂടുമ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ശോഭ വർദ്ധിപ്പിക്കുന്നു. ഓർക്കണമേ, ഫയർ ക്യാൻ നെവർ ഡിസ്ട്രോയ് ഗോൾഡ്. Remember this, fire can never destroy gold, but fire can reveal the pure gold. മനസ്സിലായോ? പൊന്നിനെ ഇല്ലായ്മ ചെയ്യുവാൻ തീക്ക് കഴിയത്തില്ല. യഥാർത്ഥ പൊന്നിനെ വെളിപ്പെടുത്താനാണ് തീക്ക് കഴിയുന്നത്. നമ്മുടെ പൊന്നാണെങ്കിൽ തീക്ക് നമ്മളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രഭ വർദ്ധിക്കും തീയിലൂടെ കടന്നു പോകുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. പഴയ നൂറ്റാണ്ടിന് മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ, എവിടെയൊക്കെ പെർസിക്യൂഷൻ വർദ്ധിച്ചോ, എവിടെയൊക്കെ ദുർഘട സമയങ്ങൾ വർദ്ധിച്ചോ, എവിടെയൊക്കെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചോ, സഭയ്ക്കകത്തായാലും പുറത്തായാലും ശരി, അവിടെയൊക്കെയും ദൈവമഹത്വം ദൈവസഭയുടെ മധ്യത്തിൽ വെളിപ്പെട്ടു. ദൈവസഭ വളർന്നു. ഞാൻ വാക്കുകൾ എവിടെ നിർത്തുകയാണ്. നമ്മൾ കേട്ട കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് ഇന്നത്തെ രാത്രികാലം നമ്മൾ ഈ വചനത്തിൽ നിന്ന് കേട്ടത്. ഒന്ന്, പരിശുദ്ധാത്മാവിൽ നിറയുക. 2, ദൈവവചനത്തിൽ നിലനിൽക്കുക. 3, വചനം പ്രസംഗിക്കുക. 4, കണ്ടിന്യൂ ഇൻ ഹാർഡ്നെസ്. കഷ്ടം കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കുക. അങ്ങനെ നമുക്ക് ഈ ദുർഘട സമയത്തെ ജയിക്കുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ സ്ഥലം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽപ്പിക്കാം.